ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് എനർജിയാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് എനർജിയിലേക്ക് പോവാം. Tower, Justice, Eight of Wands, Temperance, Seven of Swords, Princess of Cups, Ace of Wands, the Emperor, the Moon, Three of Pentacles, Death, Two of Pentacles, Judgment, Five of Wands. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ടവർ കാർഡാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് വാൻഡ്സ് എനർജിയാണ്. അപ്പോൾ ഈ രണ്ട് എനർജീസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സാറ്റേണിൻ്റെ പ്രസൻസ് കാണിക്കുന്ന എനർജീസും കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പാറ്റേൺ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനകത്ത് ചില സമയത്ത് ആ ഒരു നെഗറ്റീവ് വൈബ് വളരെ കയറി നിൽക്കുന്നു. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ഒന്ന് പൊരുത്തപ്പെടാനായിട്ട് വരുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ഇവരുടേതൊരു കാർമിക് കണക്ഷൻ ആയിരിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഈ പറഞ്ഞതുപോലെ ശനിയുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. അതായത് ഇപ്പോൾ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി അല്ലെങ്കിൽ ശനി മഹാദശ ഇതിലൊക്കെ ഏതെങ്കിലും ചിലപ്പോൾ ഇവരോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോ ഒക്കെ പെട്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഈ ഒരു എനർജിയിൽ ഒട്ടും ഒരു സമാധാനപൂർണ്ണമായിട്ട് പോകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അവർക്ക് തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവണമെന്നില്ല. ആ ഒരു കാര്യങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ, ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷൻ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും അതിന് വളരെ ഒരു കോട്ടം സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇവർ കുറച്ച് നാൾ ഒരു ഓൺ ആൻഡ് ഓഫിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കുറച്ച് നാളൊരു സ്റ്റക്നെസ്സിലൊക്കെ ആയിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും സമയമെടുത്തതായിട്ട് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫാസ്റ്റ് ആക്ഷൻ എടുക്കുന്നതിന് പകരം വീണ്ടും ഒന്ന് ആലോചിച്ച് ഒക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്ക് കാണാം. അത് മാത്രമല്ല ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതായത് പല കാര്യങ്ങളും നമ്മൾക്കിപ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിലുള്ളത് അത് തുറന്ന് പറയാതെ നമ്മളുടെ ഉദ്ദേശം മറ്റൊന്നായിരിക്കാം, പക്ഷേ നമ്മൾ വേറൊരു രീതിയിൽ എക്സ്പോസ് ചെയ്യാന്ന് പറയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കണം. അതായത് തേർഡ് പാർട്ടിയുടെ ഒരു ക്ലിയർ ഇൻറ്റൻഷൻ എന്താണ് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകാത്ത രീതിയിലായിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് ഒരു തകർച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസക്കുറവ് കാര്യങ്ങൾ, വിശ്വാസവഞ്ചന അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും അത് കുറച്ചും കൂടി എന്താ പറയുക ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ആ വീണെടുത്തുനിന്ന് വീണ്ടും എണീക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എപ്പോഴും ഈ പറഞ്ഞതുപോലെ ആ ഒരു ആങ്സൈറ്റി, ഫിയർ, ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മുൻപിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് പരസ്പരം വിശ്വാസമില്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ സംശയിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് വരിക, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു നല്ല എന്താ പറയുക, ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിതിനകത്ത് വളരെ കാര്യമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൂൺ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വീണ്ടും കാണാം ആ ഒരു ഡെത്ത് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഒരു സ്ട്രോങ് ഫേസസിലൂടെ കടന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ പോകുന്നതായിട്ട് കാണാറുണ്ട്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ പേഴ്സണ് മനസ്സിനകത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് അവരോട് എക്സ്പ്രസ് ചെയ്യാതെ നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. മനസ്സിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമേ കാണിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എത്രയൊക്കെ ഇത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. നമ്മൾ ഈ ഏച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുളച്ചിരിക്കുന്നു പറയുന്ന പോലത്തെ ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കത് കാണാം. ഇതിനകത്ത് ആ ഒരു ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് നല്ലതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് വളരെ ശാന്തമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഹാർമണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു ഹൈഡിങ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇനിഷ്യൽ ലവ് അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോഴും പിന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു തേർഡ് പാർട്ടിക്കും വളരെ വ്യക്തമായിരിക്കണം. കാരണം നമ്മളിപ്പോൾ ചില കേസസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല. ചിലർക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി അജ്ഞാതമായിട്ടിരിക്കുന്നത് പോലെ തന്നെ നേരെ തിരിച്ചും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചും വളരെ ധാരണയുള്ള വ്യക്തിയും കൂടി ആയിരിക്കണം. അപ്പോൾ അതും ഇതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടും അത് ഓക്കെ ആവുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. മേ ബി നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കും അത് കൂടുതലും അതിനത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കാത്തത്. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ആൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു കോംപ്ലിക്കേഷൻസ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഉള്ളതായിട്ട് തന്നെ കാണാം. നമ്മളൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും അത് പറഞ്ഞ് നല്ല രീതിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ കോംപ്രമൈസ് ടോക്ക് ആയിക്കോട്ടെ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഒരേ മനസ്സുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളും പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് അതിനകത്തുള്ള പൊരുത്തക്കേട് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ അതിന് വില്ലിങ് ആവുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്ന റൂട്ടിലൂടെ പോകാത്ത ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഷിഫ്റ്റ് വീണ്ടും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ചില പാറ്റേൺസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു നല്ല രീതിയിലോട്ട് പോകാൻ ശ്രമിക്കുന്നു, വീണ്ടും ഒരു ഡൗൺഫോളിലേക്ക് പോകുന്നു, പ്രശ്നങ്ങൾ വരുന്നു, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നു, വീണ്ടും റിപ്പീറ്റിംഗ് ദ സെയിം എന്ന് പറയുന്നത് പോലെ പോയിരിക്കുന്ന എനർജീസ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു കാർമിസിറ്റി നിൽക്കുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു പർപ്പസ് ആവുമ്പോഴേ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ആ ഒരു പർപ്പസ് അത് അവസാനിക്കുമ്പോഴായിരിക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും മനഃപൂർവ്വമായിട്ട് അതറിഞ്ഞ് ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ ആ ഒരു റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടുപോരുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ അതൊരു സൈക്കിളാണെങ്കിൽ തന്നെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു ലൂപ്പിൽ പെട്ടതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് അത്ര നല്ലതല്ല. നമുക്ക് ഇതനുഭവിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് അത് കട്ട് ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് സാധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു പർപ്പസ് കംപ്ലീറ്റായി ആ വ്യക്തികൾ സ്വതന്ത്രമാകുമ്പോഴാണ് ഈ ഒരു പാറ്റേണിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുക. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കത് തലവേദനയായിട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇവിടെയുള്ള ഈ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പലപ്പോഴും നോക്കുന്നുണ്ടാവാം, ശ്രമിക്കുന്നുണ്ടാവാം.
പക്ഷേ കഴിയുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇതിനകത്ത് വീണ്ടും വന്ന് പെട്ടുപോകുന്നതെന്നുള്ളത്. വീണ്ടും വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു ലൂപ്പിനകത്ത് പെടുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. എന്നാൽ അതിനകത്ത് അവർക്ക് സംതൃപ്തമായിട്ട് പോകാൻ കഴിയുന്നുണ്ടോ? മാനസികമായിട്ട് സന്തോഷവും സമാധാനം ഉണ്ടാവുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരുപാട് ഡിസ്റ്റർബൻസ്, ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും ചിലപ്പോൾ ശാരീരികമായിട്ടും ഒക്കെ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്നുള്ളത് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ എനർജിയിലേക്ക് പോകാത്തത് കൊണ്ട് കറൻ്റ്ലി ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു നിൽക്കുകയാണോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവാം. തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള വ്യക്തി തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നറിയുന്നതും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ക്ലാഷസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റീബർത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വീണ്ടും കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ് അതിൽ പറ്റിയിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് എന്താണെന്നുണ്ടെങ്കിലും അത് ഹീൽ ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോവുക. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ആരുടെ ആണെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പിന്നെയും ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ഒരു പാറ്റേൺ ഇതിനകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. എത്രയൊക്കെ ഇത് നല്ല രീതിയിൽ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് ക്ലാഷസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവർ തമ്മിൽ ഫൈറ്റ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേരുടെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആരുടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയും ഇതിനകത്ത് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതങ്ങനെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചില റിലേഷൻഷിപ്പൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വ്യക്തിക്ക് ചിലപ്പോൾ വളരെ കൂളായിട്ട് ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം പോകുന്നുണ്ടാവാം. കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സണും നിങ്ങളെപ്പോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഒരുപാട് ബുദ്ധിമുട്ടുകളിലും മാനസിക സംഘർഷത്തിലൊക്കെ പെട്ടു പോകുന്നുണ്ട്. ആ ഒരു ടോക്സിസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആരുടെയാണെന്നുണ്ടെങ്കിലും അത്ര നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈം പീരീഡ് അല്ല. ഒരുപാടൊരു ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസസ് ഒക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മാനസികമായിട്ട് ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഇത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവരുടെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വീണ്ടും വിട്ടുപോരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പേഴ്സണ് മാനസികമായിട്ട് ഒട്ടും ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ അവിടെ ഉണ്ടാവാനുള്ള സാഹചര്യം ഒട്ടും ഇല്ലാത്തൊരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, ഈ ഒരു പേഴ്സൻ്റെ കണക്ഷൻ ഉണ്ടോ ഇല്ലേ, എന്താണ് അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു തേർഡ് പാർട്ടി സാഹചര്യം വരുമ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് ചിലപ്പോൾ വാക്ക് തന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഇനി ഞാൻ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സൺ വീണ്ടും ഇതിനകത്ത് പോയി പെടുന്നു. നിങ്ങൾ വീണ്ടും അന്വേഷിക്കുമ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ഏതൊക്കെയോ തരത്തിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ വാക്ക് പാലിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും വീണ്ടും ഇതിനകത്ത് തന്നെ പോയി പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവർ പോലും അറിയാതെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്തേക്ക് പോകാനായിട്ട് കാരണങ്ങൾ ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ അതിനകത്ത് പോയി പെടുന്നതും. കിങ് ഓഫ് കപ്സ്, 9 of wands, Knight of swords, Star, Knight of Pentacles, Judgment, Chariot. അപ്പോൾ ഇനി നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ റീസെൻ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും.
ഒരു സെപ്പറേഷന് ശേഷം വീണ്ടും നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുമിക്കാനായിട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസിന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്താണെന്നുള്ളതൊന്നും ചിലപ്പോൾ ഫുള്ളി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇവർക്കൊരു വളരെ ഡിറ്റർമിൻഡ് മൈൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി തന്നെയാണ്. മാത്രമല്ല, ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് ആ ഒരു സ്റ്റക്നെസ്സിലൊക്കെ പോയിട്ടുള്ളവരാണ്. കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു സ്പെസിഫിക് മെസ്സേജ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. വളരെ ഓപ്പൺ ആയിട്ട് ഇവിടുത്തെ എല്ലാ എനർജീസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല. വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടും സ്ട്രോങ് ആയിട്ടും അവരുടെ ഒരു മൈൻഡ് എന്താണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും വളരെ കോൺഫിഡൻസോട് കൂടി നിൽക്കുന്ന എനർജിയാണ്. വളരെ ഒരു എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ കുറച്ചും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ക്ലിയർ മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചെന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ കോൺഫിഡൻറ്റോട് കൂടി ഈ ഒരു പേഴ്സൺ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇതിനോടകം തന്നെ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടാവണം. അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് തിരിച്ചു വരുന്നുള്ളതാണ് കാണുന്നത്. അല്ല, ഇതുവരെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ വരാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എത്രയും വേഗം എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാം. വളരെ ഒരു ക്ലാരിറ്റിയോടുകൂടി തന്നെ വരികയാണ്. നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഒരു അത്രയും ഡിറ്റർമിൻഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് പേര് തേർഡ് പാർട്ടി റീഡിങ്ങിന് വേണ്ടി ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും തേർഡ് പാർട്ടി റീഡിങ്ങിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്ന വ്യക്തികൾ. അപ്പോൾ ഇതുവരെ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.